ക്രിസ്മസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏറ്റവും സൂപ്പർ ഐറ്റമാണ് ക്രിസ്മസ് കേക്ക്. പിന്നെ ഈ എപ്പിസോഡിൽ ക്രിസ്മസ് കേക്ക് തന്നെയാകാം. അതുണ്ടാക്കാൻ തൊപ്പിയൊക്കെ വെച്ച് 2 പേര് വന്നിട്ടുണ്ട്. മായയും അശ്വതിയുമാണ്. അശ്വതി, മായേ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പം ഇന്നൊരു സിമ്പിൾ വാനില സ്പഞ്ചാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അത് നമ്മൾ ക്രീം ചെയ്തിട്ട് നമ്മളൊരു വാനില കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്പഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ. ആദ്യം നമുക്ക് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കണം. ആദ്യം വേണ്ടത് 2 മുട്ട. ഇനി ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. അതിന് നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിലാക്കണം നമ്മൾ. ഇനി ആ ഷുഗർ പൗഡർ അടുത്തായിട്ട് നമ്മള് പഞ്ചസാര പൊടി. പഞ്ചസാരപ്പൊടിയാണ്. നമ്മള് പഞ്ചസാര ഈ മെഷർമെന്റ് അനുസരിച്ച് നമ്മളത് എടുത്ത് പൊടിച്ച് വെച്ചേക്കാം. നമ്മളിപ്പോ 2 മുട്ടയിട്ട് അത് പഠിച്ചു. മുട്ടയ്ക്ക് എത്ര പഞ്ചസാര വേണ്ടി വരും? ഇതിപ്പോൾ നമ്മൾ 1/2 kg മെഷർമെൻറ്റാണ് ചെയ്യുന്നത്. 1/2 kg മെഷർമെൻറ്റാണ്. അപ്പം നമ്മൾ 1/2 കപ്പ് മൈദ, 1/2 കപ്പ് ഷുഗർ പൗഡർ, അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് അതിൻ്റെ കണക്ക്. ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി ആവും. അതുവരെ നമ്മളിങ്ങനെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം ഫ്ലഫി ആവും അത്രയും നല്ല സ്പോഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടിച്ച് പതപ്പിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്തില്ലേ? ഇപ്പൊ ഈ മുട്ട നമ്മൾ 2 മുട്ട ചേർത്ത് ഒരു 4 മുട്ട ചേർത്ത പ്രശ്നമുണ്ടോ? 4 മുട്ട ചേർത്ത് ഈ മെഷർമെന്റിന് 4 മുട്ട വരുന്നില്ല. 4 മുട്ട ചേർക്കുമ്പോൾ ഈ പൗഡർ ഷുഗറിന്റെയും മൈദയുടെയും ഉള്ള ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം. ഇത് നമ്മളിപ്പോൾ ഒരു 1/2 kg ആണ്. ഇതിങ്ങനൊരു ഈ ഒരു കൺസിസ്റ്റൻസി ഒരു കുറച്ചുകൂടെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാവും ഇത്. അപ്പൊ അതാകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. എത്ര സമയം എടുക്കുന്നത് ഇതിനോട് റെഡിയാക്കി എടുക്കാനൊക്കെ? ഇതിപ്പോ ഒരു 10 മിനിറ്റിനുള്ളിൽ തരും. 10 മിനിറ്റ് എടുക്കത്തില്ല. ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് ടൈം കൂടിക്കൊണ്ടിരിക്കും. റെഡിയായി. അടുത്തത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചേർക്കും. നമ്മൾ ഇതിനകത്ത് ഫ്ലേവേർഡ് ഓയിലൊന്നും ചേർക്കാറില്ല. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ നമ്മൾ കേക്കിൽ കൂടുതലും ഇത് സൺഫ്ലവർ ഓയിൽ. ഇനിയിപ്പോൾ അടുത്തത് പാല് മൈദ മിക്സ് നമ്മളത് ഇടവിട്ട് ചേർത്ത് കൊടുക്കും. ആദ്യം കുറച്ച് മൈദ എന്നിട്ട് നമ്മൾ ചെറിയ ചൂടുള്ള പാല് കുറച്ച് ചേർക്കും. ഈ പാലും എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ ബീറ്റ് ചെയ്യരുത്. നമ്മുടെ കേക്കിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും. ഒരു ടെക്സ്ചർ മാറിപ്പോകും. കുറച്ച് മൈദ കേട്ടോ. കുറച്ചുകൂടെ ഇട്ടാൽ മതി. കുറച്ചുകൂടെ എന്നിട്ട് കുറച്ച് മൈദ കുറച്ച് പാല് ഇടവിട്ടാണ് നമ്മളിത് ചേർത്ത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫ്ലോർ തന്നെ ചേർക്കാൻ ശ്രമിക്കുക കൂടുതലും. ശരി, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്തോട്. മൊത്തം അടിച്ച് തെറിപ്പിച്ച് ദേഹത്തൊക്കെ വീഴട്ടെ. അപ്പം നമ്മുടെ ബീറ്റിംഗ് പ്രോസസ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത നമ്മളിത് ബേക്കിംഗ് ടിന്നിലോട്ട് മാറ്റുക. ഇത് നമ്മളിപ്പം ബീറ്റർ ബ്ലേഡ് വെച്ചാണ് നമ്മളിത് മിക്സ് ചെയ്തത്. നോർമലി ഇത് ചെയ്യുന്നത് ഈ ഒരു സ്പാച്ചുല തന്നെ കൊണ്ട് നമ്മൾ ഈ കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറയും. കട്ട് ഫോൾഡ് ഈ ഒരു മെത്തേഡിലാണ് കൂടുതലും നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്ത് ഇങ്ങനെ വശമുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ബീറ്ററിൻ്റെ ചെറിയ സ്പീഡിലിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് വേണ്ട. ഇനി നമ്മളിത് മോൾഡിലോട്ട് ഒഴിക്കുക.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ സാധനം ഓവനിൽ വെച്ച് ചെയ്യാം. ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഓവൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് കേക്ക് മേക്ക് ചെയ്തെടുക്കാം, ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മുടെ മായ കാണിച്ചു തരികയാണ്. നമ്മുടെ വീട്ടിൽ സാധാരണ എല്ലാ വീട്ടിലും കാണും പോലെ നമുക്ക് ഈ അത് തന്നെ ഇഡ്ഡലി കിട്ടും നമ്മുടെ വീട്ടിൽ കാണും. അപ്പം അത് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. നമ്മളങ്ങനെ പരീക്ഷണ ഘട്ടത്തിലേക്ക് പോയിരിക്കും അല്ലയോ? അടുത്ത ഘട്ടം നമ്മൾ ഇതിനകത്ത് ഇറക്കി വെക്കുവാണോ? ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇത് ഇറക്കി വെക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് അങ്ങോട്ടേക്ക് വെക്കാമല്ലോ. ഇത് നമുക്ക് ഇച്ചിരി സിമ്മിലിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അശ്വതി പിടിച്ചോ, വെറുതെ കൈ പൊള്ളരുത്, കൈ പൊള്ളരുത്. അതൊക്കെ അതിനകത്തോട്ട് ഇറക്കി, കൈ പൊള്ളരുത്. ഈ പാത്രം ഓൾറെഡി ചൂടാണ് നമ്മുടെ ഈ ഇഡ്ഡലിക്കുട്ടവും. ഇഡ്ഡലിക്കുട്ടവും ഓൾറെഡി നമ്മൾ ആ ഒരു ഹീറ്റ് കൊടുത്തിട്ടേക്കുന്നത് സിമ്മിലിട്ട്. നമ്മൾ ഈ ബീറ്റിംഗ് പ്രോസസ്സ് തുടങ്ങുന്ന സമയത്തെ നമ്മളിത് സിമ്മിലിട്ട് ഇത് ചൂടാക്കിയിട്ടേക്കുന്നതാണ് ഈ പാത്രം. അപ്പം നമുക്ക് ആ ഒരു ഓവന്റെ അതേ ഒരു ഇതിൽ ഓവനാകുമ്പോൾ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഈ പാനും പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നു. അതാ അതിന്റെ ഒരു. അപ്പൊ നമുക്ക് വീട്ടിൽ ഓവൻ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു കാരണവശാലും വീട്ടമ്മമാരിത് അല്ലെങ്കിൽ വീട്ടിൽ ആരായാലും ഇത് കാണുന്നവര് നിങ്ങൾ വിഷമിക്കേണ്ട. നമുക്ക് നമ്മുടെ ഇഡ്ഡലി കുട്ടത്തിൽ തന്നെ വെച്ച്, ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ച് നമുക്ക് ഈ കേക്ക് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലയോ? ഇത് എത്ര സമയം എടുക്കും ഇത് റെഡി ആവാൻ? ഇതിപ്പോ ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു 20 മിനിറ്റ് കാത്തിരിക്കാം. ഇത് എങ്ങനെയായി വരും നോക്കാം. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് ഇല്ലയോ? നല്ല മണം ഇല്ലയോ? അപ്പൊ തുറന്നു നോക്കിയാലോ എന്താ പറയുന്നത്? തുറന്നോ? ആഹാ, അടിപൊളി. ഇപ്പൊ ശരിക്കും വാവൂന്നൊക്കെ പറയണ്ടേ ഇല്ലയോ? നമ്മുടെ കേക്ക് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെ പുറത്തെടുക്കും? ഇനി സാരം ഇങ്ങനെ പിടിച്ച് പതുക്കെ എടുത്ത് പുറത്തെടുക്കും അല്ലേ? ഇനിയിപ്പോ ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഒന്നും ഇടുന്നില്ല. ചില ഇതിനകത്ത് ഉപ്പ് വരലും മണലും ഒക്കെ യൂസ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഇതൊന്നും ആ ഒരു ബേക്കിംഗ് എഫക്റ്റ് കിട്ടാനായിരിക്കും. പക്ഷെ നമ്മൾ ഇതൊന്നും ഇട്ടിട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുപോലെ ഇഡ്ഡലി ചെമ്പിനകത്ത് ഇത് ഇറക്കി വെച്ച് ഞാൻ ബേക്ക് ചെയ്യാറുള്ളത്. അപ്പൊ ഈ കപ്പലിന്റെ ഒക്കെ പറക്കുന്നു അല്ലെങ്കിൽ വെക്കുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ ഉപ്പ് വരലോ അല്ലെങ്കിൽ ഈ മണലോ ഒക്കെ ഉപയോഗിക്കുന്നില്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പാത്രം മാത്രം എടുത്ത് അടുപ്പിലോട്ട് വെക്കുമ്പോൾ ചിലപ്പം തീ കയറും, അങ്ങനെ എന്തോ ആയിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പായല്ലോ, നമുക്കിനി ഈ മൈക്രോ ഓവൻ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കേക്ക് മേക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തൊരു പ്രോസസ് എന്താ? അടുത്ത പ്രോസസ് നമ്മൾ ക്രീം ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക, ക്രീം ബീറ്റ് ചെയ്യുക, ഐസിങ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അതാണ് അടുത്തത്. ഇപ്പൊ ഇത് തണുക്കാൻ ഫ്രിഡ്ജ് വെക്കണോ? തണുക്കാൻ ഫ്രിഡ്ജിൽ വെക്കണ്ട. നമുക്ക് ഒന്ന് ഫാൻ ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടാനാണെങ്കിൽ നമ്മൾ ഫാനിന്റെ ചോട്ടിലോട്ട് കൊണ്ടുവച്ചിട്ട് തണുപ്പിച്ചെടുക്കും. എടുത്താൽ മതി. എങ്കിൽ നമുക്ക് എന്തായാലും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അശ്വതി ഇതൊന്നും കൊണ്ട് മാറ്റി വെച്ചേ. അപ്പൊ നമ്മൾ ഈ അടുത്ത എന്താ ചെയ്യുന്നേ? നമ്മളിനി കേക്ക് ആക്കി തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് ഐസിങ്ങിന് വേണ്ടിയുള്ള പ്രോസസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ഈ പാത്രം നമുക്ക് ആവശ്യമുണ്ടോ? ഇനിയിപ്പോ ഇത് ആവശ്യം. അശ്വതി ഒന്ന് മാറ്റിയേ, പാത്രം മാറ്റിയേ. ഓക്കെ, അപ്പൊ നമ്മളിത് ബീറ്റ് ചെയ്യാൻ പോവാം. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. ഇതെന്താ സാധനം? ഇത് വിപ്പിംഗ് ക്രീം. വിപ്പിംഗ് ക്രീം. ഇത് നമ്മൾ ഈ മുട്ട ഉടച്ചതുപോലെ അതേപോലെ അതിലും കുറച്ചുകൂടെ നല്ല കട്ടി, നല്ല കൺസിസ്റ്റൻസിയിൽ. അശ്വതിക്ക് ഇതൊക്കെ ഉടക്കാൻ അറിയാമോ? ഞാൻ നല്ലൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഇത് ഈ പ്ലാസ്റ്റിക്കിന്റെ പാത്രം വേറെ ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാൻ പറ്റുമോ? പിന്നെന്താ, നമ്മള് ക്വാണ്ടിറ്റി ഇതിപ്പോ ഞാൻ 1/2 kg 1 kg ചെയ്യുമ്പോ ഈ പാത്രം എടുത്തിട്ടുള്ളൂ. അല്ലാതെ ക്വാണ്ടിറ്റി കൂടുമ്പോ നമ്മള് അതിൻ്റെതായ വലിയ വലിയ പാത്രങ്ങളിലോട്ട് ചെയ്യും. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. കുറച്ച് മെഷർമെന്റ് ചെയ്യാം. ഇപ്പൊ എത്ര നാളുകൊണ്ട് മായ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്? 4 വർഷം. 4 വർഷമായിട്ടുണ്ടല്ലേ? കൊറോണ സമയത്ത് ട്രൈ ചെയ്ത് ഇപ്പൊ നമ്മൾ നല്ലൊരു കേക്ക് ഹരമായിട്ട് മാറി. അപ്പൊ നമ്മൾ കേക്ക് മേക്കറായി. കേക്ക് മേക്കർ ആൻഡ് ഹോം ബേക്കർ. ഞാൻ ഹോം ബേക്കർ ആണെന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. അപ്പൊ ഈ കേക്കിന്റെ പേര് ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടല്ലേ? ഡ്രീംസ് കേക്ക്സ്. ഡ്രീംസ് കേക്ക്സ് എന്റെ സ്വപ്നമാണ്. അതല്ലേ? ഇത് കുറേ സമയം എടുക്കുമോ ഇത് ഞാൻ അടിച്ചു വരാൻ? 5 minutes. അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നത്? തേനൊക്കെ വെച്ചിട്ടൊക്കെ നമ്മള് ക്രീം ഐസിങ് ചെയ്യുമ്പം ഉള്ള ഞങ്ങളുടെ ടൂൾസ് ആണ്. ഐസിങ് നൈഫ്. നമുക്ക് ഇതിന്
ഇതിലും ടൂൾസ് ഒക്കെ ഉണ്ട്. മേശരിമാരും ആശാരിമാരും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കരണ്ടി ഞങ്ങൾക്ക് തേപ്പോലെ എല്ലാം ഉണ്ടല്ലേ? ഞങ്ങളുടെ തേപ്പ് പോലെയൊക്കെ ഈ സാധനം. ഓ അത് ശരി. ഇതിൽ പുട്ടിയിടുന്ന ഷീറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ. നമ്മുടെ ബീറ്റിംഗ് പ്രോസസ് ആയി. ഇതിനെന്താ പറയുന്നത്? ബീറ്റ് ചെയ്തെടുക്കുക. ക്രീം വിപ്പിംഗ് ക്രീം. ഇത് വിപ്പ് ചെയ്തെടുക്കുന്ന പറയുന്നത്. നമ്മുടെ ക്രീം ഓൾറെഡി വിപ്പായി കഴിഞ്ഞു. അപ്പം ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കമത്തിയ താഴെ വീഴത്തില്ല. ലൂസ് ഫോമിലല്ലേ നമ്മൾ ഒഴിച്ചത്. അപ്പൊ തിരിച്ച് നമ്മൾ ഇതിങ്ങനെ കമത്തുമ്പോ ഞാൻ ചോദിച്ചതിന് പറഞ്ഞില്ല, തലേ കമത്തില്ല തലയൊക്കെ പറ്റുമോ? അത് പറ്റും. ഇത് ഇങ്ങനെ ഈ ക്രീമാണ് എടുത്ത് മുഖത്തൊക്കെ തേക്കുന്നത് ഈ കേക്ക് അതല്ലേ? തീർച്ചയായിട്ടും ഈ ക്രീം തന്നെ അവർ തേക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഐസിങ് ചെയ്യാൻ തുടങ്ങും. അതിനടുത്ത് ഇനി നമ്മൾ കേക്കില് ആദ്യം നമ്മൾ എടുത്തു വെച്ച കേക്കില് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം ചേർത്ത് നമ്മൾ ഐസിങ് ചെയ്യും. ഇനി അത് ചെയ്യാം. എങ്കിൽ നമ്മൾ ഐസിങ്ങിലേക്ക് പോവാം. നമ്മുടെ കേക്ക് ഒക്കെ റെഡി ആയിരുന്നു അല്ലയോ? ഇപ്പൊ ഞാൻ ഇതിന്റെ പുറത്ത് വെച്ച് കറക്കി കയറി ബാക്കി ശരിയാക്കുന്നത് ഇതിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, തുടങ്ങാം. പിന്നെ എന്താ വേണ്ട അടുത്ത്? കേക്കിന്റെ ഒരു പീസ് ഇത് മൂന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തല്ലേ? മൂന്നായിട്ട് കട്ട് ചെയ്ത് ഇനി ഇനിയിപ്പോ നമ്മൾ ഷുഗർ സിറപ്പിൽ അത് സോക്ക് ചെയ്യുന്നു, ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ. അപ്പം ഞാൻ ആദ്യം ഷുഗർ സിറപ്പ്. ഓ, ഇത് ഷുഗർ സിറപ്പ് അല്ലയോ? ഇത് ഷുഗർ സിറപ്പ്, നമ്മുടെ മിൽക്ക് മെയ്ഡിന്റെ മിക്സ് ഉണ്ട്, ക്രീമിന്റെ. ക്രീമൊക്കെ നിരത്ത് കൊടുത്തേ. പിടിച്ചോ. അടിപൊളി. പണ്ട് മേശരിപ്പടിക്കൊക്കെ പോയിട്ടുണ്ടോ? സത്യം പറ. നല്ലപോലെ തേച്ച് സെറ്റാക്കി വെച്ചേക്കുന്നത്. ഞാനൊരു തേപ്പുകാരിയല്ല. ഇനിയിപ്പോ നമ്മള് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് ഇതിലോട്ട് ആഡ് ചെയ്യും. ഇനി അടുത്ത പീസ് കേക്ക്. ഇതിപ്പോ 3 ലെയർ ഇങ്ങനെ വെക്കുമ്പോഴും ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ തന്നെ നമുക്ക് വന്നത്. നമ്മൾ ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്യുന്നു, ക്രീം വെക്കുന്നു. പിന്നെ ഓരോ ഫ്ലേവേർഡ് അനുസരിച്ച് നമ്മൾ ഇതിനകത്ത് നട്ട്സ്, ചോക്ലേറ്റ്സ്. ഇതിപ്പോ നമ്മൾ സിമ്പിൾ വാനില കേക്ക് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്കിതിനകത്ത് ഈ വാനില അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമ്മൾക്ക് കസ്റ്റമർ പറയും ഇന്ന ഫ്ലേവർ വേണം എന്ന് പറയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മളത് ചെയ്തെടുക്കും. മതിയോ? അപ്പൊ ഈ ക്രിസ്മസിന് കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഇത് കണ്ടു പഠിച്ചോണം. എല്ലാവർക്കും അറിയാം. ഇപ്പം കേക്ക് ചെയ്യാൻ ഇപ്പം പ്രത്യേകിച്ച് ആരെയും പഠിക്കണ്ട, ആരും നോക്കല്ലേ. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാ. ഒരു ATM കാർഡല്ല, ഒരു ഐഡന്റിറ്റി കാർഡാ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ഐസിങ് ചെയ്യാൻ, നമുക്ക് ബ്ലേഡ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലതായിട്ട് എളുപ്പം നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും നമ്മൾ ക്രീം തുടച്ചത് നമ്മൾ ആ ഒരു ക്രഷ് അല്ലെ നമ്മുടെ ബ്ലേഡിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് കേക്കും, അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേ കേക്കും എല്ലാം ഈ രൂപത്തിലാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് അല്ലയോ? അപ്പോൾ ഈ സ്ക്വയർ ടൈപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും? സ്ക്വയർ കുറച്ച് നമുക്ക് താമസം വരും. അത് ഓവൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഓവനൊന്നും വേണ്ട. അത് നമ്മൾ വലിയ ചെമ്പിനകത്തൊക്കെ സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്തെടുക്കും. ഓ, ഇനി ഇതിന്റെ ചിത്രപ്പണിയൊക്കെ ഉള്ളത് ഇല്ലയോ? ചിത്രപ്പണിയുള്ളത്. ഇത് അതിനെന്തോ പറയുന്നത് നിങ്ങളുടെ? അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന പറഞ്ഞേ, കേക്ക് ഡെക്കറേറ്റ്. അതിപ്പോ ഓരോരുത്തർ ചിലർ നമുക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് തരും. ചിലർ പറയാം ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു തരുന്നവരുണ്ട്. ചിലർ പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തോ എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഒന്ന് ഓർത്താല് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്യുന്നതാണ് എളുപ്പം. അവര് നമുക്കൊരു ഡിസൈൻ തരുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ല, ഏത് വേണം
അങ്ങനെ ഒരു ടെൻഷൻ വരത്തില്ല. ഇതാവുമ്പം മറ്റേത് നമ്മൾ ആലോചിച്ചോ ഏത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ വരും. കസ്റ്റമൈസ്ഡ് ആകുമ്പം നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരും. ഓൾറെഡി അവർ പറയുന്ന ഐറ്റംസ് ഉണ്ടല്ലേ, അവർ ഓൾറെഡി നമുക്കൊരു ഡിസൈൻ തന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ല അതിനകത്ത്. ഇങ്ങനെ കറക്കുന്ന കാണുമ്പോഴേ നമ്മൾ ഈ കലമൊക്കെ ഉണ്ടാക്കത്തില്ലയോ, അതും വാർത്തെടുക്കുന്നവർ അതും ഇതുപോലെ വെച്ച് ഇങ്ങനെ കറക്കാതെ എടുക്കും. ഞങ്ങളും ഹോം ബേക്കേഴ്സും ഞങ്ങൾ അച്ചി വാർത്തെടുക്കുക ആണല്ലേ. ഇപ്പൊ അത് പറയുമോ, മറ്റേ ആ കേക്കാന്ന് പറയും നമ്മൾ ഇല്ലയോ. ഇതിന് ഈ പുറത്ത് നമുക്ക് വേറെ ഏത് ഫ്ലേവർ കളറും ചേർത്തൂടെ? പിന്നെ കളർ ചേർക്കാം ഇല്ലയോ. നമ്മുടെ കേക്ക് അങ്ങനെ ഏതാണ്ട് അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് ഈ ഭാഗത്ത് ചരിവുണ്ട്. ഒരു സ്പിരിറ്റ് ലെവലൊക്കെ വെച്ച് നോക്കാം നമുക്ക് അല്ലയോ. അത് നമ്മളിങ്ങനെ വെച്ച് ചെയ്യുമ്പം നമ്മൾ നോക്കും. ഓ അതങ്ങനെ പിടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട്. നമുക്ക് ഐസിങ് നൈഫിൽ ഇത് വെച്ചിട്ട് സൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ആ ടർക്കി എടുത്തതിൻ്റെ അടിയിലൊന്നും ഇതോ നമുക്കൊരു ഗ്രിപ്പ് കിട്ടും. ഇതാണ് വിരിത്തുണി അല്ലേ. അശ്വതിക്ക് ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടോ? അശ്വതി എന്തായാലും എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടോ, ഞാൻ പഠിപ്പിച്ചു കേട്ടോ. അപ്പോഴേ എത്ര നാൾ കൊണ്ട് മായ ഈ കേക്ക് നിർമ്മാണ മേഖലയിൽ സജീവമായിട്ടുണ്ട്? കറക്റ്റ് പറഞ്ഞാൽ 4 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട്. കൂടുതലും 2 വർഷം കൊണ്ടാണ് ഇത്രയും നമ്മൾ കൂടുതൽ ചെയ്തു തുടങ്ങിയത്. ഡ്രീംസ് കേക്ക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എൻ്റെ ബ്രാൻഡ് കൊല്ലം ജില്ലയിലെ പത്തനാപുരമാണ് നമ്മുടെ സ്ഥലം അല്ലയോ. ഞാനിപ്പോൾ ലൈസൻസ് എടുത്തിട്ട് 4 വർഷം. ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്. അപ്പോൾ ഏതാണ്ട് കേക്കിന്റെ ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് എത്തി. അപ്പൊ ഇതിന്റെ പുറത്തൊക്കെ വേറെ എല്ലാം മെഴുകു പോലെ ഇരിക്കുന്നൊക്കെ ചെയ്ത് കണ്ടില്ല. അതൊക്കെ ഈ ചില കേക്കിന്റെ ഒക്കെ പുറത്തൊക്കെ മെഴുകു പോലെ അത് നല്ല ഗ്ലേസിംഗ് പോലൊക്കെ ചെയ്യുന്ന ഇതൊക്കെ എന്തോ അത് നമുക്ക് ഫോണ്ടന്റ് ആയിരിക്കും കണ്ടിട്ടുള്ളത്. അത് ഫോണ്ടന്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ പുറത്ത് പല ഡിസൈൻസും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താ ഇതിന്റെ? നെക്സ്റ്റ് സ്റ്റേജ് നമുക്ക് ഇതിനകത്ത് പൂക്കളോ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്കൊരു സിമ്പിൾ ഡിസൈൻ തന്നെ. സിമ്പിൾ പ്രയാസമുള്ളതായിക്കോട്ടെ. നമുക്ക് അശ്വതിയുടെ മുഖം ഇത് വരച്ചാലോ? അത് നേരത്തെ പറഞ്ഞാൽ നമുക്ക് സ്റ്റിക്കർ ആക്കായിരുന്നു. അതല്ലയോ. ഇപ്പൊ ഈ ബർത്ത്ഡേ കേക്കിന്റെ ഒക്കെ മുകളിലൊക്കെ ഈ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചൊക്കെ അത് നമുക്ക് ഷുഗർ ഷീറ്റ് കിട്ടും. പറയുന്ന ആൾ നമ്മുടെ ഇതിന്റെ അളവ് പറയണം. ഇപ്പൊ ഇത് ഒഴിച്ച് എന്തുവാ? ഇത് നമ്മളിപ്പം എഡിബിൾ കളേഴ്സാണ്. നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. ഇത് വലിയ ആരോഗ്യ പ്രശ്നമുള്ളതൊന്നുമല്ല. ഇത് ആരോഗ്യ പ്രശ്നമൊന്നും ഉള്ളതല്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് അത് യൂസ് ചെയ്യും. ചിലർ വലിയ ഡാർക്ക് കളറിലൊക്കെ നമ്മളോട് ചെയ്യാൻ പറയും, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. അപ്പോൾ അവരോട് നമ്മൾ അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ കളർ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അതുപോലെ റെഡ് വെൽവെറ്റ് കേക്ക് ചോദിക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയും, എനിക്ക് അത് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലെന്നുള്ളത്. റെഡ് വെൽവെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഓവറായിട്ട് നമ്മൾ റെഡ് കളർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓ ഇതാണ് സിമ്പിൾ കളർ. ഇത് നമുക്ക് ഈ മുറുക്കുണ്ടാക്കുന്ന പരിപാടിയാണല്ലോ. വെരി സിമ്പിൾ ഡിസൈൻ. സൈഡിൽ വെക്കുമല്ലോ. അപ്പൊ ഇതിന്റെ ഈ അടിഭാഗം ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ടേക്കുവാന്നോ? ഈ വരപോലൊക്കെ വരുന്നില്ലയോ? ഈ പൈപ്പിംഗ് ബാഗിന്റെയോ? അല്ല, നമ്മൾ ഇതിന്റെ അടിയിൽ അച്ചിട്ടിട്ടുണ്ട്. അച്ചിരിപ്പുണ്ട് അതല്ലേ? നോസിൽ എന്നാ പറയുന്നത്. നമ്മൾ പല നോസിൽസ് യൂസ് ചെയ്താ പല ഡിസൈൻസും ചെയ്യുന്നത്. അശ്വതി ഇത് കണ്ടു പഠിച്ചോണേ കേട്ടോ. ഒരു കേക്ക് മേക്കറൊക്കെ ആവണ്ടേ. ഈ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്ത ഒരു എപ്പിസോഡാണിത്.
നമ്മൾ മനോഹരമായ ഒരു ചെറിയ കുഞ്ഞു കേക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മായ കുറേ വർഷങ്ങളായി ഈ രംഗത്ത് സജീവമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് അല്ലേ മായേ? അപ്പം എന്തായാലും ഡ്രീംസ് കേക്ക് എന്ന പേരിലാണ് മായയുടെ ഈ കേക്ക് പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ഉള്ളത്. പത്തനാപുരത്താണ്, കൊല്ലം ജില്ലയിൽ. അങ്ങനെ ഈ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു ക്രിസ്മസ് കേക്കാണ് അപ്പോൾ നമ്മൾ നിർമ്മിച്ചത്. ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഗുഡ് ബൈ, ടാറ്റാ.